ഹാർഡ്വെയറിന്റെ ക്ലീനിങ്ങിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടാവും അല്ലേ? ഡിയർ ഫ്രണ്ട്സ്, വൺസ് അഗൈൻ വെൽക്കം ടു ഡൈനിമാർട്ട് അസോസിയേറ്റ്സ്. ആദ്യമേ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, ബ്രാൻഡഡ് കമ്പനീസ് എല്ലാവരുടെയും, ഇത് ബ്ലൂം ആയിക്കോട്ടെ, ഹാഫ്ലെ ആയിക്കോട്ടെ, ഹിറ്റിച്ച് ആയിക്കോട്ടെ, എപ്കോ ആയിക്കോട്ടെ, ഏത് കമ്പനിയുടെയും ഒരു പ്രൊഡക്ട്സ് ഫുള്ളായിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിൽ വരുന്നില്ല. അതിൻ്റെ ബേസ് മെറ്റീരിയൽ MSO അല്ലെങ്കിൽ സിങ്കോ, അതല്ലെന്നുണ്ടെങ്കിൽ അലുമിനിയോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. പ്യുവർ സ്റ്റെയിൻലെസ് സ്റ്റീലിൽ കംപ്ലീറ്റ് ആയിട്ട് ഒരു ഹാർഡ്വെയറും വരുന്നില്ല. അപ്പോൾ നിങ്ങൾ പറയും ബാസ്ക്കറ്റ് SS വരുന്നുണ്ടുള്ളത്. ശരിയാണ്, ബാസ്ക്കറ്റ് SS വരുന്നുണ്ട്. പക്ഷേ അതിൻ്റെ പിടിപ്പിക്കുന്ന റണ്ണറിൻ്റെ കേസ് SS ആണ്, പക്ഷേ ഉള്ളിലുള്ള ബെയറിങ് മെറ്റലാണ്, MS ആണ്. അതല്ലെങ്കിൽ SS ഹിഞ്ചസ് വരാറുണ്ടെന്ന് വരുന്നുണ്ട്. പക്ഷേ ആ SS ഹിഞ്ചിൻ്റെ പുറത്തെ പ്ലേറ്റ് മാത്രമേ SS ഉള്ളൂ. പക്ഷേ അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് സ്ക്രൂസോ മറ്റ് സ്ക്രൂസും അല്ലെങ്കിൽ ഉള്ളത്തെ സ്പ്രിങ് എല്ലാം MS ആണ്. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ മാൻഡേറ്റ് ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ പറയുന്നത് ബ്രാൻഡഡ് കമ്പനീസിൻ്റെയാണ്. ഇനി ഇതിൻ്റെ ക്ലീനിങ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോർമൽ വെറ്റ് ക്ലോത്ത് ഞാൻ ഉദ്ദേശിക്കുന്നത് വെള്ളത്തിൽ മുക്കി പിഴിഞ്ഞ തുണി, അതായത് നനഞ്ഞ തുണിയും കൊണ്ട് ചുമ്മാ നിങ്ങൾ ക്ലീൻ ആക്കുക. ഒരു തരത്തിലുള്ള കെമിക്കൽസും ക്ലീനിങ് ഏജൻസും മറ്റു യൂസ് ചെയ്യരുത്. ജസ്റ്റ് പ്ലെയിൻ ക്ലോത്തിൽ വെറ്റായിട്ടുള്ള ഡാമ്പായിട്ടുള്ള തുണിയും കൊണ്ട് തുടയ്ക്കുക, ക്ലീൻ ആക്കുക. അതല്ലാണ്ട് യാതൊരു ക്ലീനിങ് മെറ്റീരിയൽസ് യൂസ് ചെയ്യാണ്ട് ചെയ്യുക. അതുപോലെ തന്നെ റണ്ണറിൻ്റെ ഉള്ളിൽ പോയിരിക്കുന്ന പൊടി വലിച്ചെടുക്കാനായിട്ട് വാക്യൂം ക്ലീനർ കൊണ്ട് നിങ്ങൾ പൊടി വലിച്ചെടുക്കുക. പിന്നെ ഒരു തരത്തിലുള്ള ഗ്രീസും, പ്രത്യേകിച്ച് ബ്ലൂമിൻ്റെ പ്രൊഡക്ട്സിൽ ഒരു തരത്തിലുള്ള ഗ്രീസും അങ്ങനത്തെ യാതൊരു ലൂബ്രിക്കേഷനും ഉപയോഗിക്കേണ്ട കാര്യമില്ല. അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് സ്റ്റക്കായി പോകത്തേ ഉള്ളൂ. അപ്പോൾ ക്ലീനിങ്ങിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. ഒന്ന്, ഡാമ്പായിട്ടുള്ള വെറ്റ് ക്ലോത്ത് കൊണ്ട് ക്ലീൻ ആക്കുക, തുടയ്ക്കുക. രണ്ട്, റണ്ണേഴ്സിനുള്ളിൽ പോയിരിക്കുന്ന പൊടി നിങ്ങൾക്ക് വാക്യൂം ക്ലീനർ കൊണ്ട് വലിച്ചെടുക്കുക, ബ്ലോ ചെയ്യരുത്. ഇത്തരം കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. വേറെ എന്തെങ്കിലും അതിൽ കൂടുതലേക്ക് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഹാർഡ്വെയറിന് ഡാമേജ് ഉണ്ടാകാൻ ചാൻസസ് കൂടുതലാണ്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഡാനിമാർട്ടിൻ്റെ ട്രിവാൻഡ്രത്തെയോ എറണാകുളത്തെയോ ഷോറൂം വിസിറ്റ് ചെയ്യുക. താങ്ക് യു.